പലപ്പോഴും ഈ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ സാധാരണ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ആശയമുണ്ട്. അത് വിശാലമായ അർത്ഥത്തിലാണ് നമ്മളിത് പറയുന്നതെങ്കിലും പ്രഖ്യാപിതമായ നിയമവ്യവസ്ഥയ്ക്ക് ബദലായി മറ്റൊരു ബദൽ നിയമവ്യവസ്ഥയും നീതിന്യായ വ്യവസ്ഥയും ഒക്കെ രൂപപ്പെടുന്ന ക്യാമ്പസുകളുണ്ട്. അത് പലപ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകാധിപത്യ കോളേജുകളിലാണ്, അഥവാ സിംഗിൾ പാർട്ടി കോളേജുകളിലാണ് ഇത് കണ്ടുമുട്ടുന്നത്. ഇപ്പം ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു അധ്യാപകൻ കൂടിയാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ അവിടെ മെയിൻ സ്റ്റേജിന് തൊട്ടു പിറകിലായിട്ട് കാണപ്പെടുന്ന ഒരു മുറി വളരെ കുപ്രസിദ്ധമായ ഇടിമുറി എന്നറിയപ്പെട്ടിരുന്ന ഒന്നാണ്. അവിടെ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്? അവിടെ ഏതെങ്കിലും തരത്തിൽ മറ്റു പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ അവിടുത്തെ നേതാക്കളോട് ഇടയുന്ന ആളുകളോ മറ്റേതെങ്കിലും തരത്തിൽ പ്രതികരണമുള്ള ആളുകളോ ഒക്കെ എത്തിയാൽ അവരെ ആ മുറിയിലേക്ക് വളരെ മൃദുവായി വിളിച്ചുകൊണ്ട് പോവുകയും അതിനുശേഷം ദൃഢമായി അവരെ മർദ്ദിക്കുകയും പിന്നീട് മൃദുഭാവേന പുറത്തുവിടുകയും ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്തതായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. ചിലത് ഫേക്കുമായിരുന്നു, പക്ഷെ അവിടെ യാഥാർത്ഥ്യമുണ്ട്. അങ്ങനെ നടക്കുന്ന ഇടിമുറികൾ പലയിടങ്ങളിലുമുണ്ട്. പക്ഷേ അധ്യാപകൻ എന്ന നിലയ്ക്ക് ഇടപെടാൻ പറ്റിയിരുന്നോ? പല ക്യാമ്പസുകളിലും അങ്ങനെ ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ. അധ്യാപകൻ എന്ന നിലയ്ക്ക് അധ്യാപകൻ ഇടപെട്ടു. ആ അധ്യാപകൻ എന്ന നിലയിൽ ഒരു വർഷം ഇടപെടാൻ സാധിച്ചിരുന്നു എന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ ഒട്ടേറെ പ്രതികരണങ്ങൾ എനിക്ക് ലഭിച്ചിരുന്നു, സ്വകാര്യമായ പ്രതികരണങ്ങൾ ലഭിച്ചിരുന്നു. ഞാൻ മലയാളം വാരികയിൽ അതുമായി ബന്ധപ്പെട്ടൊരു ദീർഘമായ ലേഖനം എഴുതിയിരുന്നു. അതിന് മറുപടിയായിട്ട് SFIയുടെ നേതൃത്വം ദേശാഭിമാനിയിൽ ഒരു മറുപടി എഴുതി. അങ്ങനെ ഒരു സംഭവമുണ്ട് അവിടെ. ഈ ക്യാമ്പസിൽ നിന്ന് തന്നെ നിങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ പുറത്തിറക്കുന്ന ഒരു രീതിയുണ്ട്. ഇത് ഏതെങ്കിലും രീതിയിൽ SFI മാത്രം ചെയ്യുന്നുവെന്നല്ല. SFIക്ക് ആധിപത്യമുള്ള സിംഗിൾ പാർട്ടി കോളേജുകളിൽ SFIയും, നേരത്തെ പറഞ്ഞതുപോലെ ABVPക്ക് ആധിപത്യം കോളേജുകളിൽ ABVPയും, KSUവിന് ആധിപത്യം കോളേജുകളിൽ KSUവും ചെയ്യാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ആധിപത്യമുള്ള കോളേജുകൾ മാത്രമല്ല, അവയുടെ ക്യാമ്പസുകളിലെ ഹോസ്റ്റലുകൾ നോക്കൂ. ആ ഹോസ്റ്റലുകളെ നിയന്ത്രിച്ചു നിർത്തുന്നതും ഈ ഇടപെടലുകളാണ്. പലപ്പോഴും തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലുകൾ എന്ന് പറയുന്നത് ഇപ്പോഴും വെളിച്ചം കടക്കാനാവാത്ത മുറികളായിരുന്നു പലയിടങ്ങളിലും. അവിടെ താമസിക്കുന്ന ആൾക്കാരെ ആ വിദ്യാർത്ഥികൾക്ക് അറിയാത്ത ആൾക്കാരുണ്ട്. 1-2 ഫ്ലോറുകളിലെ ആളുകൾ പലയിടങ്ങളിൽ നിന്ന് കാലങ്ങളോളം താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ അനഭിലഷണീയമായ അനാരോഗ്യകരമായ പ്രവണതകളാണ്. ഞാൻ പറഞ്ഞു വന്നത്, സിംഗിൾ പാർട്ടി കോളേജുകളിൽ ഇത്തരത്തിൽ ഒരു ബദൽ നീതിന്യായ വ്യവസ്ഥയുണ്ട്. അവിടെ അവർ ഒരു ഡീപ് സ്റ്റേറ്റ് പോലെ പ്രവർത്തിക്കും, അധികാരികളെ പോലെ പ്രവർത്തിക്കും. അതാണ് ഈ നാൻപറ്റ മകനെ എന്ന് വിലപിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട മനുഷ്യരാണ് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു 20 വയസ്സുള്ള ചെറുപ്പക്കാരനെ ബെൽറ്റ് കൊണ്ട് ഊരി അടിക്കുന്ന അവസ്ഥയുണ്ടാവുന്നത്, കമ്പി കൊണ്ട് മുറുക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഭീതിപ്പെടുത്താനാണെന്നാണ് പറയുന്നത്, നിന്നെ മെരുക്കിയെടുക്കാനാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഭീതിതമായ അന്തരീക്ഷം ഉണ്ടാക്കുന്നു. എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നത്? 1-ാം വർഷം റാഗിംഗ് ഉണ്ടാവും, 2-ാം വർഷമാകുമ്പോൾ കുറച്ചുകൂടി കടുത്ത രീതിയിൽ അവനതിനെ സാധൂകരിക്കുന്ന മനോനിലയിലേക്ക് മാറ്റും, 3-ാം വർഷമാകുമ്പോഴേക്കും അവൻ അതിന്റെ ലീഡർഷിപ്പിലേക്ക് വരും. പക്ഷെ ഇവിടെ റാഗിംഗ് പോലും അല്ല നടന്നിരിക്കുന്നത്. 2-ാം വർഷത്തിലെ വിദ്യാർത്ഥിയാണ്. സീനിയർ വിദ്യാർത്ഥികളും ക്ലാസ്മേറ്റ്സിൽ അടക്കമുള്ള വിദ്യാർത്ഥികളും കൂടി ചേർന്നാണ് ഈ സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്നത് എന്നതാണ് ഭീതിതമായ ഒരു ചിത്രം നമ്മുടെ മുന്നിൽ മകനെ വടിയെടുത്ത് ഒരിക്കൽ പോലും അടിക്കേണ്ട സാഹചര്യം മകൻ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ്. ആ മകനാണ് ഇത്ര ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. മാത്രമല്ല, അദ്ദേഹം വളരെ ആക്റ്റീവായി നോക്കൂ. ആ ക്യാമ്പസിൽ SFI തന്നെ നോമിനേറ്റ് ചെയ്ത വിദ്യാർത്ഥിയാണ് ഈ സിദ്ധാർത്ഥൻ. ഫസ്റ്റ് ഇയർ അപ്പായിട്ട് വളരെ ആക്റ്റീവായി സജീവമായി ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെട്ടുകൊണ്ടിരുന്നയാളാണ്. മാത്രവുമല്ല, അവിടെ എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ സൗഹൃദമുണ്ടായിരുന്നു. വ്യക്തിപരമായി നിങ്ങൾക്ക് ഒരു സുഹൃത്തിന് മറ്റൊരു സുഹൃത്തിനോടുള്ള താല്പര്യമോ സ്നേഹമോ ഇഷ്ടമോ ഒക്കെ പ്രകടിപ്പിക്കുന്നതിനുള്ള അവസരങ്ങളുണ്ടല്ലോ കലാലയങ്ങളിൽ. അതൊരാൾ മറ്റൊരാൾ തെറ്റായി ധരിച്ചാൽ അത് പരാതി പരിഹരിക്കേണ്ട ഇടങ്ങളും വ്യവസ്ഥയും ഉണ്ട് നമ്മുടെ ഈ നാട്ടിൽ. അത് 130 കുട്ടികൾ ചേർന്നത് ഏറ്റെടുക്കുക, എന്നിട്ട് ഈ വിചാരണ നടത്തുക. നോക്കൂ, ഇതിനകത്തൊരു സദാചാര വിചാരണയുടെയും ആൾക്കൂട്ട വിചാരണയുടെയും സമ്മിശ്ര സ്വഭാവമുണ്ട് ഈ വിദ്യാർത്ഥികളിൽ. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഇവർ പഠിക്കുന്ന കോഴ്സ് ഏതാണ്? വെറ്റിനറി കോഴ്സാണ്. ഈ മൃഗപരിപാലനത്തെക്കുറിച്ച് സംസാരിക്കുന്ന വിദ്യാർത്ഥികൾ അങ്ങേയറ്റം മൃഗീയമായ രീതിയിൽ ഒരു വിദ്യാർത്ഥിയെ തല്ലിക്കൊല്ലുന്ന അവസ്ഥ അല്ലെങ്കിൽ മർദ്ദിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നു. അതിന് SFI പോലൊരു പ്രസ്ഥാനത്തിന്റെ കരുത്ത് ഒരു ഭീതിയുടെ വലയം അവിടെ സൃഷ്ടിച്ചുകൊണ്ട് നിശബ്ദരാക്കുന്നു. അധ്യാപകർ നിശബ്ദരായിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവുന്നു എന്നൊക്കെ പറയുന്നത് 600 കുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു ക്യാമ്പസിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് അതൊരിക്കലും SFIക്ക് അതിൽ നിന്ന് ഉത്തരവാദിത്വം ഒഴിഞ്ഞുകൂടാൻ കഴിയില്ല. 23-ാം തീയതി SFI ജില്ലാ കമ്മിറ്റി കൂടി ഇവരെ പുറത്താക്കി എന്ന് പറയുന്നുണ്ട്. കുട്ടി മരിച്ചു 18-ാം തീയതി കുട്ടി മരിക്കുമ്പോൾ തന്നെ ഈ വാർത്ത പുറത്തെ പലർക്കും അറിയാമായിരുന്നു. 16-ാം തീയതിയാണ് ഈ കുട്ടിയെ മർദ്ദിക്കുന്നത്. 17, 18 തീയതികളിൽ കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല, റൂംമേറ്റ് ഉണ്ടെങ്കിൽ പോലും. SFI നേതാക്കൾ പറയുന്നത് ആ കുട്ടിയെ നിരീക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ചില ആൾക്കാരെ ഏർപ്പെടുത്തിയിരുന്നുവെന്നാണ്. അതാണ് SFIയുടെ പണി. ഒരാൾ ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോയാൽ, അയാൾ വിഷമിച്ചിരിക്കുന്നു എന്ന് കണ്ടാൽ ആ വിവരം കൃത്യമായി വാർഡനെയും അസിസ്റ്റന്റ് വാർഡനെയും അറിയിച്ച് അയാൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് കൊടുക്കണം. ആ വിദ്യാർത്ഥി ഏതെങ്കിലും തരത്തിൽ മാനസികമായ വിഷമത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് സിസ്റ്റം അറിയണം. അതിന് SFIയുടെ ഒരു ബദൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് നീതിന്യായ വ്യവസ്ഥയല്ല അവിടെ ഉണ്ടാവേണ്ടത്. നിർഭാഗ്യകരമായി
സ്വാഭാവികമാണ്, ഇത്തരം ഏകാധിപത്യ കോളേജുകളിൽ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഏകാധിപത്യ കോളേജുകളിൽ ഇത് സംഭവിക്കുന്ന സ്വാഭാവികമായതുകൊണ്ട് ബഹുസ്വരതയുള്ള ക്യാമ്പസുകളാണ് വേണ്ടത്. പലപ്പോഴും ഇവർക്ക് മനസ്സിലാവാറില്ല. ഇവർ വലിയ രാഷ്ട്രീയ വിജയമായിട്ടാണ് ആഘോഷിക്കുന്നത്. ഞങ്ങളുടെ പതാക മാത്രം മതി. അല്ല, ഇത് ഈ അധികാരം കോളേജിനകത്ത് ഒതുങ്ങുന്നില്ലല്ലോ ഡോക്ടർ അരുൺ. അധികാരം കോളേജിനകത്ത് ഒതുങ്ങുന്നില്ലല്ലോ. അതിനപ്പുറത്തേക്ക് പോലീസിനെ സ്വാധീനിക്കാൻ പറ്റുന്നു. Meet the editors.